രണ്ട് കോർപ്പറേറ്റ് സ്ഥാനാർത്ഥികൾ വന്ന് പണം വാരി അങ്ങോട്ട് വിതറിയാൽ വോട്ട് ചെയ്യുന്ന മനസ്സൊന്നും നിലവിൽ ബേപ്പൂരിലെ ജനങ്ങൾക്കില്ല. ബേപ്പൂരിൽ വികസനം വേണമെങ്കിൽ അത് മാറ്റം മാത്രമാണ് പരിഹാരം എന്നുള്ളത് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കള്ളനാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ബേപ്പൂരിലെ LDFിന്റെ UDFിന്റെ സ്ഥാനാർത്ഥികൾ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ടോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫിറ്റ്നസ് ഇല്ലാത്ത പാലത്തിന് പെയിന്റ് അടിക്കുന്നതാണോ ജനങ്ങൾ ആഗ്രഹിച്ച വികസനം? അല്ല, അൻവർ പിണറായി വിജയന്റെ പിറക്കാതെ പോയ മകനല്ലേ? എങ്ങനെയാ ഇപ്പൊ പിണറായി വിജയനെതിരായ എങ്ങനെയാ അൻവറിന്? നമസ്കാരം. കേരളം വേനൽ ചൂടിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കും കടക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ്. ചേട്ടാ, ആദ്യം തന്നെ വിജയാശംസകൾ. താങ്ക് യു. ഇപ്പം ബേപ്പൂരിലാണ് മത്സരിക്കുന്നത്. ബേപ്പൂരിനെ സംബന്ധിച്ചോളം കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്നത്. മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ മുൻപ് അതേ മുന്നണിയിൽ ഉണ്ടായിരുന്ന അൻവർ UDFിന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് വമ്പന്മാരോടൊപ്പം ഏറ്റുമുട്ടുമ്പോൾ എന്താണ് പ്രതീക്ഷ? ആദ്യമേ പറയാം, ബേപ്പൂർ ഇപ്രാവശ്യം NDA എടുക്കും. അത് കാരണം ബേപ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ രണ്ട് കോർപ്പറേറ്റ് സ്ഥാനാർത്ഥികൾ വന്ന് പണം വാരി അങ്ങോട്ട് വിതറിയാൽ വോട്ട് ചെയ്യുന്ന മനസ്സൊന്നും നിലവിൽ ബേപ്പൂരിലെ ജനങ്ങൾക്കില്ല. വഞ്ചനയുടെയും വികസന വിരുദ്ധതയുടെയും കഥകൾ ബേപ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവരിനി വികസനത്തിന് ഒരു മാറ്റം വേണമെങ്കിൽ, ബേപ്പൂരിൽ വികസനം വേണമെങ്കിൽ അത് മാറ്റം മാത്രമാണ് പരിഹാരം എന്നുള്ളത് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇവിടെ വന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് കേരള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് സാധ്യതകളാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? എടുത്തു കാണിക്കാൻ പറ്റിയ എന്താ? ഇപ്പോ പറയുന്നു, ഞങ്ങൾ ചെറുവണ്ണൂർ പാലം പണിയുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അപ്പോൾ താങ്കൾ ഒരു തെരഞ്ഞെടുപ്പിന് എല്ലാവർക്കും വാഗ്ദാനം കൊടുത്തു, ചെറുവണ്ണൂരിൽ പാലം പണിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാക്കാമല്ലോ. ഒരാളുടെയും ഔദാര്യമില്ലാതെ ഒരു ഫയലിൽ ഒപ്പിട്ട് പണിയാവുന്ന ഒരു പാലത്തിന് 5 കൊല്ലം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പാലം പണി തുടങ്ങേണ്ട എന്താ ആവശ്യം? അപ്പൊ യഥാർത്ഥത്തിൽ ബേപ്പൂരിന്റെ വികാരമല്ല നിങ്ങൾ മാനിച്ചിട്ടുള്ളത്. ഒരു ഗവൺമെന്റ് കോളേജ് ബേപ്പൂരിലെ തീരദേശത്തുള്ള സാധാരണക്കാർ, കടലുണ്ടി ഭാഗത്തുള്ള സാധാരണക്കാർ, ഇവർക്ക് പഠിക്കാൻ ഒരു ഗവൺമെന്റ് കോളേജ് നോക്കൂ. സൗത്ത് അസംബ്ലിയിലുണ്ട്, നോർത്ത് അസംബ്ലിയിലുണ്ട്, കുന്നമംഗലം അസംബ്ലിയിലുണ്ട്. ഇദ്ദേഹത്തിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ടോ? ഒരു ആശുപത്രിയിൽ ഒരു സാധാരണക്കാരന്റെ ഒരു ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു ESI ആശുപത്രിയിലുണ്ട്. അവിടെ ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഒന്ന് പോയി, ഒരു പാവപ്പെട്ടവൻ ഭയപ്പെട്ടിട്ട് അങ്ങോട്ട് പോകുമോ? ഡോക്ടർ ഉണ്ടോ? എക്സ്റേ യൂണിറ്റ് ഉണ്ടോ? ECG ഉണ്ടോ? MRI ഉണ്ടോ? ഡോക്ടർ ഉണ്ടോ? പിന്നെ എന്താ ഉള്ളത്? പിന്നെ എന്ത് വികസനമാണ് നാടറിഞ്ഞ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കെട്ടിഘോഷിക്കുന്നത്? രണ്ടാമത് അൻവറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു നാണയത്തിന്റെ, കള്ള നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവർ രണ്ടുപേരും. ഇദ്ദേഹവും അൻവർ എന്ന് പറയുന്ന UDFിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പോയാൽ ചൂലെടുത്തടിക്കും അവിടുത്തെ ജനങ്ങൾ. കാരണം എന്താ? അദ്ദേഹം ഇവിടെ വന്ന് പറയാ, ഇവിടെ ഗവൺമെന്റ് കോളേജ് ഇല്ല. 9 കൊല്ലം അൻവർ MLA ആയ നിലമ്പൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലല്ലേ ഇന്ന് 9 കൊല്ലമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ഗവൺമെന്റ് കോളേജ്? പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇവിടെ എന്ത് വികസനം ഉണ്ടാക്കാനാ? അദ്ദേഹം നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം, ഞാൻ ജനങ്ങളോട്, നിലമ്പൂരിലെ വോട്ടർമാരോട് ചോദിച്ചു, നിലമ്പൂരിലെ ആശുപത്രിയിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും എന്നാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. കാർഡിയോളജിന്റെ യൂണിറ്റ് പോയിട്ട്, ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് അതിനു വേണ്ടി ഒന്ന് കേരളത്തിന്റെ നിയമസഭയിൽ 9 കൊല്ലം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ പറയുന്നത്, ബേപ്പൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉയർന്നു നിൽക്കുന്നു, ഫറൂഖിൽ തലയുയർത്തി നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷൻ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ളതാ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ 35 ഇതേപോലുള്ള റെയിൽവേ സ്റ്റേഷൻ വികസിക്കുമ്പോൾ ബേപ്പൂരിൽ കിട്ടി. MLA ഞങ്ങൾക്ക് തന്നിട്ടില്ല, MP തന്നിട്ടില്ല. ഇനി കടലുണ്ടി മേൽപ്പാലത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു. റിയാസ് മന്ത്രിക്ക് എന്തേ അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത്? ഈ ഗോദീശ്വരം അതേപോലെ തന്നെ തീരദേശ മേഖലകളിലുള്ളവർ ഓരോ ദിവസവും ഭയപ്പാടോടെ ജീവിക്കുന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളായി. അവിടെ ഇതില്ല, കടൽ ഭിത്തികളില്ല. ഇങ്ങനെ എത്രയോ സാധ്യതകൾ. മാറാട് മത്സ്യ സംസ്കരണ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ പോട്ടെ, ബേപ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ? ബേപ്പൂർ തുറമുഖം. ഇനി തുറമുഖം നശിച്ച് ഇതിന്റെ സാധ്യതകളെല്ലാം തന്നെ മംഗലാപുരത്തേക്ക് പോയി. ആരാണ് ഇതിന് ഉത്തരവാദി? അപ്പൊ ബേപ്പൂരിലെ സാധാരണക്കാരന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞങ്ങൾ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫിറ്റ്നസ് ഇല്ലാത്ത പാലത്തിന് പെയിന്റ് അടിക്കുന്നതാണോ ജനങ്ങൾ ആഗ്രഹിച്ച വികസനം?
സാധാരണക്കാരന്റെ ആശ്രയമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ 2 ഡോക്ടറെയും അത്യാവശ്യം 2 എക്സ്റേ, ECG മറ്റുള്ള 2 മെഷീൻ സ്ഥാപിക്കലോ ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊണ്ട്, ഇനി പണക്കൊഴുപ്പ് കൊണ്ടോ പണം വാരി വിതറി ചെയ്തത് കൊണ്ടോ 2 കോടീശ്വരന്മാരായിട്ടുള്ള കോർപ്പറേറ്റുകൾ ബേപ്പൂരിൽ വോട്ട് പിടിക്കാമെന്ന് നോക്കണ്ട. ഞങ്ങൾ ഇപ്രാവശ്യം പിടിച്ചെടുക്കും. ബേപ്പൂരിലെ വികാരം ഞങ്ങൾക്കറിയാം, ആ വികാരത്തിനൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം അൻവർ പറയുന്നത് പിണറായി തച്ച് തകർക്കാൻ ബേപ്പൂരിൽ അൻവറിന് വോട്ട് ചെയ്യണമെന്നാണ് അൻവർ പറയുന്നത്. അപ്പൊ ഇതേ അൻവർ മുമ്പ് പിണറായിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച ആളാന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യമാണ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു ധാരണയുണ്ടെന്ന് കരുതുന്നു. അല്ല, അൻവർ പിണറായി വിജയന്റെ പിറക്കാതെ പോയ മകനല്ലേ? എങ്ങനെയാ ഇപ്പം പിണറായി വിജയന് എതിരായ എങ്ങനെയാ അൻവറിന് പിണറായി വിജയന് എതിരായത്? അൻവർ മലപ്പുറത്തെ കള്ളക്കടത്ത് സംഘങ്ങളെ മലപ്പുറത്തെ SP ഒരു ചൂണ്ടയിൽ കോർത്തിട്ട് പിടിച്ചു. അന്ന് മുതലാണല്ലോ അൻവറിന് പിണറായി വിജയനോട് ഇത്തരത്തിലുള്ള വലിയ വികാരമൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? അൻവർ മലപ്പുറത്ത് ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? അൻവർ മലപ്പുറത്തെ കൊള്ള സംഘങ്ങൾക്ക്, കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അനുമാനിച്ചാൽ എന്താ തെറ്റ്? കാരണം അൻവറും പിണറായി വിജയനും തെറ്റിപ്പിരിയുന്നത് ആദ്യത്തെ 9 കൊല്ലം അൻവർ കാണിച്ചിട്ടുള്ള സകല ഇത്തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവരെ സംരക്ഷിക്കുന്നതിനൊക്കെ തന്നെ പിണറായി വിജയൻ കണ്ണടച്ചു. അവസാനം അൻവറിനെ വലിയ പിന്തുണച്ച ചില കള്ളക്കടത്ത് സംഘത്തെ SP പിടിച്ചപ്പോൾ പിണറായി വിജയനായിട്ട് ഉടക്കി. ഇതിന്റെ അർത്ഥം അൻവർ കൊള്ള സംഘങ്ങളുടെ കൂടിയാണ്. ആ കൊള്ള സംഘങ്ങളെ 9 കൊല്ലം പിന്തുണച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പിറക്കാതെ പോയ മകനാണ് അൻവർ എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റില്ല എന്ന് പറയാം. കാരണം അൻവറിനെ സംരക്ഷിച്ച് പാലും തേനും കൊടുത്ത് വളർത്തിയത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ തിരിച്ചു കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഈ ചക്രവർത്തി പോരാട്ടമൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. എല്ലാം ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കള്ള നാണയത്തിന്റെ 2 വശങ്ങളാണ് ബേപ്പൂരിലെ LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ. സാധാരണ ജനങ്ങൾ അത് തിരിച്ചറിയും. ഇനി നിങ്ങൾ കോളനികളിലും അവിടെ എവിടെയൊക്കെ പണം കൊടുത്തിട്ട് ബേപ്പൂരിനെ അങ്ങ് കീഴടക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്.